അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹാദരണീയരായ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ സാഹിബ്, ഡോക്ടർ സഹൂദ് അഫ്സൽ SAO-വിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വാഹിദ് സാഹിബ്, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട അതിഥികൾ, ഏറെ പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മനുഷ്യ ചരിത്രത്തിൽ വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ പ്രപഞ്ചാരംഭം മുതൽ മനുഷ്യ ജീവിത പ്രയാണം ആരംഭിച്ചതു മുതൽ അവനറിയാത്തതിലേക്കുള്ള പ്രപഞ്ചത്തിൻ്റെ തന്നെ രഹസ്യങ്ങളുടെ ഉള്ളറകളിലേക്കുള്ള സഞ്ചാരം മനുഷ്യർ നിരന്തരം തുടർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവന് മുന്നിലുള്ള വസ്തുക്കളെ യന്ത്രങ്ങളായി വികസിപ്പിച്ച് അത് പൂർത്തീകരിച്ച വ്യത്യസ്തമായ ഘട്ടങ്ങൾ കടന്നുപോയി. പിന്നീടൊരു ഘട്ടത്തിൽ ഈ യന്ത്രങ്ങൾ മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറി. മുന്നിലുള്ള വസ്തുക്കളെ യന്ത്രങ്ങളായി വികസിപ്പിച്ച മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗമായി യന്ത്രങ്ങൾ മാറി. ഒരു സൈബോർഗ് സിറ്റിസൺ, ഡൊണോ ഹരവേ പോലെയുള്ള സ്കോളേഴ്സൊക്കെ പറയുന്നത് പോലെ മനുഷ്യ ശരീരത്തിലൊരവയവമായി നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണടകൾ, സ്മാർട്ട് വാച്ചുകൾ, ഇങ്ങനെ മനുഷ്യ ശരീരത്തിൽ ടെക്നോളജി പ്ലഗ് ചെയ്യുന്ന സ്വഭാവത്തിൽ മനുഷ്യ ജീവിതം പുരോഗമിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മനുഷ്യനെ, ഈ പറയുന്ന ടെക്നോളജി, റോബോട്ടുകൾ മനുഷ്യനെ റീപ്ലേസ് ചെയ്യുമോ? നിർമ്മിത ബുദ്ധി മനുഷ്യനെ മറികടക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം ഒരു മാറ്റമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാൻ കഴിയില്ല. ഈ മാറ്റങ്ങളിലൂടെ നിരന്തരമായി മനുഷ്യർ ആശയപരമായും ബൗദ്ധികപരമായും നിരന്തരമായിട്ട് പുനർനിർവചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ സാമൂഹികവും രാഷ്ട്രീയപരവുമായ മാറ്റങ്ങൾക്ക്, വ്യാവസായികമായ തലങ്ങളിലുള്ള വലിയ മാറ്റങ്ങൾക്ക് ഈ പുരോഗതി കാരണമായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് മനുഷ്യ ജീവിതത്തെ എളുപ്പമാക്കിയിട്ടുണ്ട്. മനുഷ്യരുടെ സാമൂഹിക പുരോഗതി അത് സാക്ഷാത്കരിച്ചിട്ടുണ്ട്. അതേസമയം ഇതെങ്ങനെയാണോ നമ്മുടെ ജീവിതത്തെ നിരന്തരമായിട്ട് പുനഃക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ ക്രമങ്ങളെ ഇതെങ്ങനെയാണോ പുനർനിർണയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന അന്വേഷണങ്ങൾ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ആധുനികതയ്ക്ക് ശേഷം നമുക്കറിയാം, പാശ്ചാത്യൻ ആധുനികതയ്ക്ക് ശേഷം ശാസ്ത്ര സാങ്കേതിക വിദ്യ അതൊരു ലോകവീക്ഷണമായിട്ട് മാറിയപ്പോൾ അതിൻ്റെ ഭ്രാന്തവും ഹിംസാത്മകവുമായ പ്രകടനങ്ങൾക്ക് നമ്മൾ സാക്ഷ്യമാണ്. ആധുനികത ശാസ്ത്രത്തെക്കുറിച്ച് ആധുനിക ശാസ്ത്രം സ്വയം നിർവചിക്കുന്നത് അത് മൂല്യനിരപേക്ഷമായ ഒന്നാണ്. തീർച്ചയായിട്ടും ശാസ്ത്രം വ്യത്യസ്ത വിജ്ഞാനീയങ്ങൾക്ക് സമാനമായ ഒരു വിജ്ഞാന രൂപമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ശാസ്ത്രം എന്ന് പറയുന്നത് അത് ഇവിടുത്തെ സാമൂഹികപരവും രാഷ്ട്രീയപരതയും ഒന്നും സ്വാധീനിക്കാത്ത, ഒരു പ്രത്യശാസ്ത്രവും സ്വാധീനിക്കാത്ത മൂല്യനിരപേക്ഷമായ നിഷ്പക്ഷമായൊരു വിജ്ഞാന പ്രമാണമാണ് എന്ന് ആധുനിക ശാസ്ത്രം സ്വയം നിർവചിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമ്മൾ അതങ്ങനെയല്ല എന്നത് അനുഭവവേദ്യമായ ഒരു നിത്യാനുഭവമായ ഒരു ലോക പശ്ചാത്തലത്തിനാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആധുനികതയ്ക്ക് ശേഷം തന്നെ കൊളോണിയൽ പദ്ധതികളെ ഈ പറയുന്ന ശാസ്ത്രീയമായിട്ടാണ് ഇവരതിനെ വ്യാഖ്യാനിച്ചത്. കൊളോണിയൽ പദ്ധതികളെ സാധൂകരിച്ചത്, പരിണാമ സിദ്ധാന്തത്തെ അങ്ങനെയാണ് ഇവർ വ്യാഖ്യാനിച്ചത്. വെള്ള മനുഷ്യനാണ് കംപ്ലീറ്റ് ഹ്യൂമൻ എന്ന് പറയുന്നത്. വെള്ള മനുഷ്യരല്ലാത്ത പരിണാമത്തിന്റെ ഒരു ഘട്ടത്തിൽ നിലച്ചുപോയ മനുഷ്യർ, അവരെ കൊളണൈസ് ചെയ്യാൻ ശാസ്ത്രീയമായിട്ട് പരിണാമ സിദ്ധാന്തത്തെ അവർ വ്യാഖ്യാനിച്ചു. ഇവിടെയാണ് സിയാവുദ്ദീൻ സർദാറിനെ പോലെയുള്ള സ്കോളേഴ്സ് ഓർമ്മപ്പെടുത്തുന്നത്, ആർക്കാണ് ശാസ്ത്രം മൂല്യനിരപേക്ഷമാവുന്നത്? ഈ ചോദ്യമാണ് നമ്മളും ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ആർക്കാണ് ശാസ്ത്രം മൂല്യനിരപേക്ഷമാവുന്നത്? ഇത്രയും നൂതനമായ ശാസ്ത്ര സാങ്കേതിക പുരോഗതി മനുഷ്യരാർജിച്ചു എന്ന് പറയുമ്പോഴും അരികുകളിൽ ജീവിക്കുന്ന മനുഷ്യരെ എങ്ങനെയാണ് ഈ ശാസ്ത്ര സാങ്കേതിക പുരോഗതി അഡ്രസ് ചെയ്ത്? നമ്മൾ ജീവിക്കുന്ന കേരളീയ പരിസരത്തിൽ നമുക്കറിയാം, അരികുകളിൽ ജീവിക്കുന്ന മനുഷ്യർ, പ്രത്യേകിച്ചു ഭരണകൂടം
ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഭാഷ സ്വാംശീകരിക്കുമ്പോൾ അങ്ങനെ നടപ്പാക്കുന്ന ഭരണകൂട പദ്ധതികൾക്കിരയാവുന്നത് കൂടുതൽ പാർശ്വവൽകൃതരായ സാമൂഹിക വിഭാഗങ്ങളാണ്. എൻഡോസൾഫാൻ പദ്ധതി, അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജനത കാസർഗോഡിൽ നമ്മളത് കണ്ടതാണ്. അപ്പൊ എൻഡോസൾഫാൻ ശാസ്ത്രീയമായിട്ടാണ് അതിനെ ന്യായീകരിച്ചു ഭരണകൂടം ആ പദ്ധതി നടപ്പാക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വ്യത്യസ്തമായ അനുഭവങ്ങൾ, ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആധുനികതയ്ക്ക് ശേഷം ശാസ്ത്ര സാങ്കേതിക വിദ്യ എങ്ങനെയാണോ ഇവിടുത്തെ ഹിംസാത്മകമായ, നമ്മൾ ഫലസ്തീനില് ആന്റണി ലെവൻസ്റ്റിനെ പോലെയുള്ള സ്കോളേഴ്സ് പറയുന്നുണ്ട്, പലസ്തീനാസ് എ ലബോറട്ടറി എന്ന പുസ്തകത്തിൽ എങ്ങനെയാണ് ഫലസ്തീനിലെ ജനതയും അവിടുത്തെ മണ്ണും ഒരു ലബോറട്ടറി മെറ്റീരിയലുകളായിട്ട് മാറുന്നത്. അവരെ വസ്തുവൽക്കരിച്ചു അവരിൽ പരീക്ഷണങ്ങൾ നിരന്തരമായിട്ട് നടത്തുക, പുതിയ നൂതനമായ യന്ത്രങ്ങൾ അവിടെ വികസിപ്പിച്ച് എങ്ങനെ അതിവിദഗ്ധമായിട്ട് മനുഷ്യരെ കുറഞ്ഞ സമയം കൊണ്ട് വധിക്കാം, കൊല്ലാം എന്നാണ് ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർ നിരന്തരമായിട്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു നാഗരികതയുടെ ലോകവീക്ഷണത്തിന്റെ കൂടി പ്രശ്നമാണ്. പാശ്ചാത്യ ആധുനികതയെ സംബന്ധിച്ചിടത്തോളം ആധുനികതയ്ക്ക് ശേഷം മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു ലോകം ഇവിടെ നിർമ്മിക്കപ്പെട്ടു. മനുഷ്യന്റെ പരമാധികാരം, മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിലെ സമ്പൂർണമായ പരമാധികാരി. ദൈവത്തിന്റെ പരമാധികാരത്തിനുമേൽ മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു ലോകം നിർമ്മിക്കപ്പെട്ടു. അതോടുകൂടി മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ ആവിഷ്കാരമായി അവന്റെ വിജ്ഞാനം മാറി, കണ്ടുപിടുത്തങ്ങൾ മാറി. ഇവിടെയാണ് ഇസ്ലാമിക നാഗരികത സവിശേഷമായി വ്യത്യസ്തമായി നിലനിൽക്കുന്നത്. വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ, വിജ്ഞാനത്തെ തന്നെ അവർ സമീപിച്ചതോ അത് അള്ളാഹുവിന്റെ ആയാത്തുകളിലേക്കുള്ള സഞ്ചാരമാണ്. പ്രപഞ്ചത്തിന്റെ ഉള്ളറകളിലേക്കുള്ള സഞ്ചാരം എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ ആയാത്തുകളിലേക്കുള്ള സഞ്ചാരമാണ്. സനൂരീഹിം ആയാത്തിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം, നിങ്ങൾക്ക് അള്ളാഹു ഇവിടെ ആയാത്തുകളായിട്ട് നിശ്ചയിച്ചു തന്ന, ഇതിലൂടെയാണ് നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ നിങ്ങൾ യാഥാർത്ഥ്യങ്ങളെ വ്യവച്ഛേദിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യൻ ചവിട്ടി നിൽക്കുന്ന മണ്ണ്, അവനിടപഴകുന്ന മനുഷ്യർ, ഇതൊക്കെ അള്ളാഹുവിന്റെ ആയാത്തുകളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇടപഴകുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ വിനീത വിധേയരായിക്കൊണ്ട് ആ വിജ്ഞാനത്തെ സമീപിക്കാൻ കഴിയും. റബ്ബിന് മുമ്പിൽ കൂടുതൽ വിനീതരാകുമ്പോൾ ആ വിജ്ഞാനം മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന സ്വഭാവത്തിൽ അത് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കും. പൂർവാധുനിക കാലഘട്ടത്തിൽ ഇസ്ലാമിക നാഗരികതയിലെ ശാസ്ത്രത്തിന്റെ ശോഭനമായ ചരിത്രം നമുക്കറിയാം. മുസ്ലിം പണ്ഡിതരായ ആളുകൾ ഒരേ സമയം അവർ തത്വചിന്തകരാണ്, ഒരേ സമയം അവർ ശാസ്ത്രജ്ഞരാണ്. ഇവരിങ്ങനെയാണ് വിജ്ഞാനത്തെ സമീപിച്ചത്. അതുകൊണ്ട് മനുഷ്യ നന്മക്ക്, സാമൂഹിക നീതിയെ സാക്ഷാത്കരിക്കുന്ന ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഇസ്ലാമിക നാഗരികതയിൽ നമുക്ക് കണ്ടെടുക്കാൻ കഴിയും. ഈ സ്വഭാവത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയോടുള്ള ഇടപാടുകളെ വികസിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. ശാസ്ത്ര സാങ്കേതിക വിദ്യ ഭ്രാന്തമായ, ഹിംസാത്മകമായ രാഷ്ട്രീയ ആവിഷ്കാരങ്ങളുടെ മുഖമായി നിൽക്കുന്ന ഒരു ലോക പശ്ചാത്തലത്തിൽ എങ്ങനെ നമുക്ക് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയെ മനുഷ്യ നന്മക്ക് വളരെ ക്രിയാത്മകമായിട്ട് വിനിയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ നിരന്തരമായിട്ട് ചർച്ച ചെയ്യണം. ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്, വ്യത്യസ്ത വിജ്ഞാനീയങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്, വിജ്ഞാനീയ മേഖലകളിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്. വിജ്ഞാനം ആധിപത്യത്തിന്റെ ഉപകരണങ്ങളായിട്ട് മാറുമ്പോൾ അതെങ്ങനെ മനുഷ്യ നന്മക്ക് വേണ്ടി, പ്രപഞ്ചത്തിന്റെ പരിസ്ഥിതിയുടെ നന്മക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുക എന്നുള്ള അന്വേഷണങ്ങൾ വളരെ പ്രസക്തമാണ്. ഈ സന്ദർഭത്തിൽ ഈ സദസ്സിൽ നമ്മുടെ അതിഥികളെ സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ ഉദ്ഘാടകനായിട്ട് എത്തിയിട്ടുള്ളത് ബഹുമാന്യനായ ഡോക്ടർ സൗദ് അഫ്സൽ സാഹിബാണ്. അദ്ദേഹം നമുക്കറിയാം IIT ഖരഗ്പൂരിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. അദ്ദേഹത്തെ ഹാർദവമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ പി മുജീബ് റഹ്മാൻ സാഹിബ്, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് അബ്ദുൽ വാഹിദ് സാഹിബിനെയും ഈ പരിപാടിയിൽ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ ഉദ്ഘാടകനായി എത്തേണ്ടിയിരുന്നത് നമുക്കറിയാം ബഹുമാന്യനായ ജമാഅത്തെ ഇസ്ലാമിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ സയ്യിദ് സഹാബ് ഹുസൈനി സാഹിബായിരുന്നു.
ചില പ്രയാസങ്ങൾ കാരണം അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. ജമാഅത്ത് ഇസ്ലാമി അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ ടി ആരിഫ് അലി സാഹിബ് നമ്മുടെ കൂടെ ഉണ്ടാവും. അദ്ദേഹം അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി കോഴിക്കോട് സിറ്റി പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ ഇബ്നു ഹംസ സാഹിബ്, വേദിയിലിരിക്കുന്ന SIO-വിൻ്റെയും മറ്റ് പോഷക സംവിധാനങ്ങളുടെയും എല്ലാ നേതൃത്വത്തെയും, അതോടൊപ്പം നമ്മൾ ഈ സയൻസ് ആൻഡ് ടെക് ഫെസ്റ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം നിരന്തരമായിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ഇതിന്റെ ഭാഗമായി മാറുകയും ചെയ്ത ഒരുപാട് വിദ്യാർത്ഥിനി സുഹൃത്തുക്കളുണ്ട്. ചില ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പലരും നമ്മുടെ കൂടെ, അവരുടെ സാന്നിധ്യത്തിൽ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഇതിന്റെ ഈ ഒരു പ്രൊജക്ട് ഓണാക്കിയത് മുതൽ നമ്മുടെ കൂടെ ഉണ്ടായ ഒരുപാട് മനുഷ്യരുണ്ട്. അവരെയും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.